പടം കൊള്ളാം. നൈസ. ഇതുവരെ വിഷയമായിട്ടുണ്ട്. സ്റ്റോറിയൊക്കെ ഇച്ചിരി കണ്ടിട്ടുള്ള, എന്നാലും വയലൻസ് ഒക്കെ വിഷയമാണ്. നമ്മൾ നല്ല രീതിയിൽ കണ്ടുകൊണ്ടിരിക്കും. മേക്കിംഗ് ഒക്കെ നല്ല രീതി ചെയ്തിട്ടുണ്ട്. നല്ല ബെസ്റ്റ് മേക്കിംഗ്, പ്രൊഡക്ഷൻ എല്ലാം നൈസാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം വിഷയമായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ഫുള്ള് ഇതാണല്ലോ, ഫുള്ള് ബ്രൂട്ടലായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഉണ്ണിമുന്തൻ കുക്ക് ചെയ്തു. റോക്കി ബൈ ആണെന്ന് വെച്ചാൽ കൊള്ളാം. എല്ലാം വിഷയമായിട്ട് ചെയ്തിട്ടുണ്ട്. വിഷയം റോക്കി ബൈ എന്ന് പറയാം. അടിപൊളിയാണ്. നമ്മൾ സെറ്റാ. അടിപൊളി. ഹോളിലോട് മേക്കിംഗ് ഉണ്ട്. വിഷയമാണ്. അടുത്ത 100 കോടി എന്തായാലും ആവും. ഉറപ്പാണ്. കുഴപ്പമില്ല. ഒരു ഹൈപ്പ് മൊമെന്റ് ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഒരു ഇന്റർവൽ പോർഷനൊക്കെ സെക്കൻഡ് ഹാഫിലായിരിക്കും. ഇനി വരാൻ പോകുന്നത് എന്തോ വലിയ കാര്യമായിട്ടെന്നുള്ളൊരു സാധനം നമുക്ക് ഇന്റർവൽ പോർഷനിൽ തരുന്നുണ്ട്. വയലൻസ് പറഞ്ഞാൽ ഇതാണ് വയലൻസ്. പക്ക വയലൻസ്. സ്റ്റാഫ് നല്ലതായിരുന്നു. നല്ല വയലൻസ് ഒക്കെയാണ്. വയലൻസ് ഉണ്ട്. പടം വിഷയമാണ്. ഇൻട്രൊഡക്ഷൻ സൂപ്പർ. ആക്ഷൻ സീൻസ് ഒക്കെ സൂപ്പറാണ്. മലയാളത്തിലെ ജോൺ വിക്ക് ആണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടെ പ്രതീക്ഷിക്കുന്നു. വിഷയമാണ്. അടിപൊളിയാ. ഹിറ്റടി. ഫസ്റ്റ് ഹാഫ് സൂപ്പറാണ്. ആക്ഷൻസ് ഒക്കെ കൊള്ളാം. വിഷയമാണ്. ബ്രൂട്ടലാ. അത്യാവശ്യം ബ്രൂട്ടലാ. ഈ സെക്കൻഡ് ഹാഫ് ലാഗില്ലാതെ പോയി. പെട്ടെന്ന് ഇൻട്രോലായി പോലെ. സൂപ്പർ. ആക്ഷനൊക്കെ പൊളി. നല്ല പടമോ? കുഴപ്പമില്ല. ഭയങ്കര വയലൻസ് ഒക്കെ ഉണ്ട്. വയലൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പെർഫോമൻസ് സ്വാഗൊക്കെ നല്ല കിട്ടലായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതെ. തിയേറ്ററിൽ കണ്ടപ്പോൾ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉണ്ട്. ഇമോഷണലാണ് പോകുന്നത്. പക്ഷെ കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. കുഴപ്പമില്ല. പറയാം. സിദ്ദീഖ് ഉണ്ണിമുന്തൻ ആ ഫാമിലിയുടെ ഒരു സ്റ്റോറി അതുകൊണ്ട് പറയുക. അത്യാവശ്യം നല്ല വയലൻസ് കാണിക്കുന്നുണ്ട്. പക്ഷേ വയലൻസിലോട്ട് കടക്കുന്നേ ഉള്ളൂ. നമ്മൾ ആദ്യം കാണുമ്പോൾ പറഞ്ഞ പോലെ വയലൻസ് ഒന്നും കാണാനില്ലല്ലോ എന്ന് കരുതും. പക്ഷെ ഇന്റർവൽ സീൻ ആകുമ്പോൾ ആ റേഞ്ചിലോട്ട് എത്തുന്നു. ശരിക്കും ഇഷ്ടപ്പെട്ടു. ഉണ്ണിമുന്തനും കൊള്ളാം. എല്ലാവരും കൊള്ളാം. നല്ല ജഗദീഷും കൊള്ളാം. ഇപ്പം സെക്കൻഡ് ഹാഫ് വന്നിട്ട് നമുക്കത് ഒരു പ്രഡിക്ഷനിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. നല്ല കിടിലൻ മേക്കിംഗ് ആണ്. എൻഗേജിങ് ആക്കി കൊണ്ടുവരുന്നു, ഒരു പടത്തിലേക്ക് എത്തിക്കും. ജഗദീഷിന്റെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. ഒരു ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ടൈപ്പ്. അതെ, പക്കായിട്ട് തന്നെ വരുന്നുണ്ട്. ഉണ്ണിമുന്തൻ ആ ഒരു സ്റ്റൈലിഷ് സ്വാഗും എല്ലാം സ്റ്റൈലിഷ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്.